എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 43 ശ്ലോകം 17, 18, 19, 20, 21, 22 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ബലരാമ സഹിതനായിട്ട് ആ മലരംഗത്ത് പ്രവേശിച്ച ഭഗവാനെ കണ്ടപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടുള്ള രൂപം അവർക്ക് തോന്നി. ഭഗവാൻ അവരുടെ ദൃഷ്ടിയിൽ അങ്ങനെയാണ് തോന്നിയത്. ഏ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന ആ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ അത് സ്പഷ്ടമാക്കിയിരിക്കുകയാണ് ഈ ശ്ലോകത്തില്. ശ്ലോകം 17. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മല്ലാനാമശനി നൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സദാം ക്ഷിതിഭുജാം ശാസ്താസ്വപുത്രോ ശിശു മൃത്യുർഭോജവദേ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവദേതി വിദിതോ രംഗം ഗദ സാഗ്രജ. കുവലയാപീഠത്തെ സംഹരിച്ച് അതിന്റെ ഒരു കൊമ്പ് തോളിൽ വെച്ച് രക്തം പുരണ്ട ദേഹത്തോടുകൂടി അങ്ങനെ രംഗത്തിൽ പ്രവേശിച്ച ശ്രീകൃഷ്ണൻ ഭഗവാനെ കണ്ടപ്പോ ബലരാമനും അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നത്, രണ്ടുപേരും. പക്ഷെ ഇതില് ഒരാളെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു, രണ്ടുപേരും അതേപോലെ തന്നെയാണ്, ഒരു കൊച്ചാണ് പ്രവേശിച്ചത്. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോ മല്ലന്മാർക്ക് മൂർത്തിമത്തായ വജ്രായുധം തങ്ങളുടെ നേർക്ക് വരുന്നു എന്നാണ് അവർക്ക് തോന്നിയത്. അപ്പോ ഭഗവാന്റെ മുഖത്ത് എന്താ ക്രോധാണ്. അവരെ നോക്കിയപ്പോ ക്രോധഭാവം ഉണ്ടായിരുന്നു. ആ ക്രോധഭാവത്തോടു കൂടിയ രൗദ്രരസം ഭഗവാന്റെ മുഖത്ത് സ്ഫുരിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത്. പുരവാസി ജനങ്ങൾക്ക് എന്താ തോന്നിയത്? അങ്ങനെ വിലാസ ഭംഗിയോടും അകമ്പടിയോടും ആ ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തിൽ പ്രവേശിക്കുന്നത് അവർക്ക് ഭഗവാനെ കണ്ടപ്പോ തങ്ങളുടെ സകല സങ്കടങ്ങളെയും തീർത്ത് മര്യാദ പാലിക്കാനായി വരുന്ന ഒരു പുതിയ രാജാവാണ് അവർക്ക് തോന്നിയത്. അപ്പൊ എന്താ, ഭഗവാന്റെ മുഖത്ത് ആ സമയത്ത് ആ ഒരു വിസ്മയമാകുന്ന ഒരു അത്ഭുത രസം, അതാണ് പൗരന്മാരുടെ നേരെ ഭഗവാൻ പ്രദർശിപ്പിച്ചത്. മധുരാപുര സ്ത്രീകൾക്ക് ആ രൂപമാധുര്യത്താൽ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് ആ രംഗത്തിൽ പ്രവേശിച്ച് ഭഗവാനെ കണ്ടപ്പോൾ മന്മഥ വികാര ഹേതുവായിരിക്കുന്ന മാധുര്യം, അതാണ് അവരുടെ മനസ്സിൽ. അവർക്ക് അങ്ങോട്ട് മന്മഥ വികാരം തോന്നി എന്നാണ് പറയുന്നത്. ഭഗവാൻ അവരെ അങ്ങനെയാണ് നോക്കിയത്. ആ ഒരു ശൃംഗാരരസം ആയിരുന്നു ഭഗവാന്റെ മുഖത്ത് അവരെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. അവര് ഭഗവാനെ അങ്ങനെ ഒരു രൂപത്തിലാണ് ആ സൗന്ദര്യം കണ്ടിട്ട് സ്മരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ ആ രൂപ സൗന്ദര്യം മാത്രം, അതാണ് അവരുടെ മനസ്സിലെ. അങ്ങനെയുള്ള സ്ത്രീകളുടെ മനസ്സില് മന്മഥ വികാരം ജനിപ്പിക്കാൻ പ്രാകൃതനായിട്ടുള്ള മന്മഥന് സാധിക്കില്ല, അല്ലെ? അപ്പോ ഭഗവാൻ തന്നെ ഭജിക്കുന്ന സ്ത്രീകളെ ആനന്ദിപ്പിക്കാനുള്ള കാരുണ്യ നിമിത്തം താൻ തന്നെ മന്മഥ രൂപം എടുത്തു വന്നു. അതാണ് ശരിക്കും ഉണ്ടായത്. അപ്പോ ശ്രീകൃഷ്ണനെ കാമിച്ച യാതൊരു സ്ത്രീകൾക്കും പാതിവൃത്യ ദോഷം ഉണ്ടെന്ന് ധരിക്കാൻ പാടില്ല, അതാണ് അതിന്റെ അർത്ഥം. പ്രാകൃത സ്ത്രീകളെ പ്രാകൃത പുരുഷനെ കാക്ഷിക്കുന്നത് പോലെയല്ല മധുരാപുര സ്ത്രീകളെ ശ്രീകൃഷ്ണനെ കാക്ഷിച്ചതെന്നർത്ഥം. ഭഗവാൻ തന്നെ മന്മഥ രൂപം എടുത്ത് ഞങ്ങളെ ആനന്ദിപ്പിക്കാൻ ഇതാ വരുന്നു എന്നാണ് അവർക്ക് തോന്നിയത്. അപ്പൊ തന്നെ കുറിച്ചുള്ള ആ പരമപ്രേമം ഭഗവാൻ ആ സ്ത്രീകളിൽ ജനിപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ശ്രീതാമാവ് മുതലായ ഗോപന്മാർക്ക് തങ്ങളുടെ ഇഷ്ടനായിട്ടുള്ള ഏറ്റവും നല്ല കൂട്ടുകാരനായ കൃഷ്ണൻ ഇതാ വരുന്നു, അങ്ങനെ അവർക്ക് തോന്നിയത്. തന്റെ സ്വരൂപത്തെ ഒട്ടും മറയ്ക്കാതെ ആ ദേഹത്തില് രക്തം, മതജലം, അതൊക്കെയാണ് അവര് കണ്ടത്. അതൊക്കെ ഉണ്ട് തോളിൽ ആനക്കൊമ്പ് വെച്ചുകൊണ്ട് വരണത് കണ്ടപ്പോ ശ്രീതാമാദി ഗോപന്മാർക്ക് അവര് ചിരിച്ചു. ഒരു തരം ഹാസ്യമായിട്ടുള്ള ചിരി, അത് ഹാസമാകുന്ന സ്ഥായിഭാവത്തോടു കൂടിയ ഹാസ്യം. അങ്ങനെ ആ ഗോപന്മാരുടെ നേരെ ഭഗവാൻ പ്രദർശിപ്പിച്ചു. പിന്നെയോ സാധുജനങ്ങളെ ദ്രോഹിക്കുന്ന ദുഷ്ടരാജാക്കന്മാർക്ക്
തങ്ങളെ ശാസിക്കാൻ ശക്തനായ ഒരുവൻ ഇതാ വരണു എന്ന് അവർക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അവർക്ക് നോക്കും, വീരരസമാണ് ഭഗവാന്റെ മുഖത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ദുഷ്ടരാജാക്കന്മാർക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ പിതൃഭാവത്തോടെ കണ്ടവർക്ക് എന്താ ഇതാ വരണു ഞങ്ങളുടെ കുട്ടികൾ, അങ്ങനെയാ തോന്നിയത്. കൊച്ചു കുട്ടികളല്ലേ ശരിക്കും. ഈശ്വര, ഇവര് ഈ മല്ലന്മാരെ എങ്ങനെയാ ജയിക്കുക, കുട്ടികളല്ലേ എന്ന് അവര്. അപ്പൊ അവരുടെ ദൃഷ്ടിയിലെ മൃദു ശരീരത്തോടു കൂടിയ നമ്മുടെ ഈ കുട്ടികൾക്ക് ഈ ബലിഷ്ഠന്മാരായ മല്ലന്മാരോട് എതിർക്കാൻ ശക്തി ഉണ്ടാവുമോ എന്നുള്ള ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഒരു കരുണരസം അങ്ങനെയാണ് ഭഗവാന്റെ മുഖത്ത് അപ്പൊ കാണിച്ചു കൊടുത്തു. കംസൻ എന്താ തോന്നിയത്, ഇതാ വരണു എന്റെ അന്തകൻ. ഉള്ളിലൊരു ഞെട്ടലങ്ങോട്ട് വന്നു ഭഗവാൻ അങ്ങോട്ട് ആ രംഗത്തിലേക്ക് പ്രവേശിച്ചപ്പോ. വസുദേവരെ, ദേവകി മുതലായിട്ടുള്ള സാധുക്കളെ, സ്വന്തം സഹോദരന്മാരെയൊക്കെ അല്ലെ വധിക്കണം എന്നുള്ള ആ ദുഷ്ടചിന്തയാണ് കംസന്റെ ഉള്ളില്. അപ്പൊ ആ ദുഷ്ടചിന്തയുടെ ഫലം അനുഭവിക്കാനുള്ള കാലം സമീപിച്ചിരിക്കണു. അതുകൊണ്ട് തന്നെ ഹിംസിക്കാൻ ഇത് അന്തകൻ വരുന്നു എന്നുള്ള ഭയം ഭഗവാനെ കണ്ടപ്പോ തന്നെ കംസന്റെ ഉള്ളിൽ ഒരു ഇടിവെട്ട് പോലെ. അപ്പൊ ഭഗവാന്റെ മുഖത്ത് കംസനെ നോക്കിയപ്പോ ഒരു ഭയാനക ഭാവം തന്നെയാണ് കാണിച്ചു കൊടുത്തത്. ഭയാനക രസം, അത് ആ രസമാണ് കാണിപ്പിച്ചു കൊടുത്തത്. ഭയങ്കര സ്വരൂപം. ഭഗവാന്റെ പ്രഭാവത്തെ അറിയാൻ ശക്തിയില്ലാത്ത അജ്ഞാനികൾക്ക് ഇത് തങ്ങളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ വരണു എന്ന് തോന്നി. സച്ചിദാനന്ദ സ്വരൂപനാണെന്നുള്ള അനുഭവം വിദ്വാൻമാർക്കുണ്ട്, എന്നാലും അജ്ഞാനികൾക്ക് ശ്രീകൃഷ്ണനെ കുറിച്ച് ആ ബോധം ഉണ്ടായില്ല എന്നർത്ഥം. അപ്പോ പരമാത്മാവ് തന്നെ മൂർത്തിമാനായിട്ട് ഇതാ വരണു എന്ന് ജ്ഞാനികളും ഭക്തന്മാരുമായിട്ടുള്ള യോഗികൾക്ക് അങ്ങനെ തോന്നി. ഈ സ്വരൂപം കണ്ടപ്പോ യോഗികൾക്കോ ബ്രഹ്മസാക്ഷാത്കാര നിമിത്തമുള്ള ശാന്തി അനുഭവപ്പെട്ടു എന്നാ പറയണത്. അതുകൊണ്ട് ശാന്തിയാകുന്ന സ്ഥായിഭാവത്തോടു കൂടിയ ശാന്തരസം യോഗികളുടെ നേരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പ്രകാശിപ്പിച്ചു എന്നർത്ഥം. തങ്ങൾക്ക് പൂജിക്കാൻ യോഗ്യതയുള്ള പരദേവതയാണ് ഇതാ വരണത് എന്ന് യാദവന്മാർക്ക് തോന്നി. അവർക്ക് പരമപ്രേമഭക്തി തന്നെ ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള ആ പ്രേമസ്വരൂപമാണ് കാട്ടിക്കൊടുത്തത്. പ്രേമരൂപമായിരിക്കുന്ന ഭക്തിയാകുന്ന ആ ഭക്തിരസം യാദവന്മാരുടെ നേരെ പ്രദർശിപ്പിച്ചു ഭഗവാൻ. രൗദ്രം, അത്ഭുതം, ശൃംഗാരം, ഹാസ്യം, വീരം, കരുണം, ഭയാനകം, ബീഭത്സം, ശാന്തം, ഭക്തി എന്നിങ്ങനെയുള്ള 10 രസങ്ങള് ഭഗവാന്റെ മുഖത്തില് വിളങ്ങിയിരുന്നു എന്നർത്ഥം. ഓരോരുത്തർക്ക് ഓരോ രസം കാണാൻ സാധിച്ചു. അത് അവരുടെ ഭാവനാവൈഭവം അനുസരിച്ച്. എല്ലാ രസങ്ങളുടെയും സ്വരൂപമായിരിക്കുന്ന ഭഗവാനിൽ ഒരുവൻ ഏതു രസത്തെ ഭാവിക്കുന്നുവോ അവന് ഭഗവാൻ ആ രസസ്വരൂപമായിട്ട് അനുഭവഗോചരനായി വരും. ഇതിന്റെ എല്ലാം സാരം അതാണ്. സർവരസാലംബനഭൂതൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകനാകയാൽ ഭാവനാരൂപേണ ഓരോരുത്തർക്കും ഓരോ രസം തോന്നിയെന്ന് അതാണ് അതിന്റെ സംഗ്രഹാർത്ഥം. അതാണ് ആ രസം ഓരോരുത്തരുടെ ഭാവനയിൽ ഏത് രസമാണ് തോന്നിയത് അതായിട്ട് തന്നെ ഭഗവാന്റെ മുഖത്ത് ആ രസം അവർക്ക് കാണാൻ സാധിച്ചു. ഹതം കുവലയാപീഠം ദൃഷ്ട്വാ താവവിദുർജയോ കംസോ മനസ്വപി തദാ വൃഷമുദ്വിവിജേ നൃപ. കുവലയം എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലം, ആപീഠം അലങ്കാരം. അപ്പൊ ഭൂമിയിലെ ഇതിന് സദൃശമായ മറ്റൊരു ഗജം ഇല്ല. അതുകൊണ്ടാണ് ഈ കുവലയാപീഠം എന്നുള്ള പേര് ഈ ആനയ്ക്ക് വന്നത്. ഇതുപോലൊരു ആന ഭൂലോകത്തിൽ ഇല്ല. അങ്ങനെയുള്ള ആനയെ ഈ കുട്ടികൾ കൊന്നു. ഈ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള കഠിന പ്രവൃത്തി ചെയ്ത ഈ രാമകൃഷ്ണന്മാരെ തൻ്റെ ആൾക്കാർക്കും കൊല്ലാൻ സാധിച്ചില്ല. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ അവരുടെ രൂപങ്ങളെ അങ്ങോട്ട് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കംസൻ. അപ്പോഴാണ് അവരിതാ അങ്ങനെ ആ രംഗത്തിൽ പ്രവേശിച്ചത്. ആ കൊമ്പ് ഇങ്ങനെ വെച്ചിട്ട് ചോരയും ഒലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരവും അല്ലേ, ആ രൂപങ്ങളെ അങ്ങോട്ട് കണ്ടില്ലേ. മഹാശൂരനാണെങ്കിലും കംസന് ഉള്ളില് വല്ലാത്ത ഭയമുണ്ടായി. തൗരേജതോരംഗഗതൗ മഹാഭുജൗ വിചിത്രവേഷാഭരണസ്രഗംബരൗ യഥാ നടാ ഉത്തമവേഷധാരിണൗ മനക്ഷിപന്തൗ പ്രഭയാ നിരീക്ഷതാം. മുട്ടുവരെ നീണ്ടു കിടക്കുന്ന കൈകള്,
നാനാവിധങ്ങളായിരിക്കുന്ന ആഭരണാദി വസ്ത്രങ്ങള് ഇതൊക്കെ ഇങ്ങനെ ധരിച്ചിട്ടുള്ള ആ രാമകൃഷ്ണന്മാര് നിർഭയമായിട്ട് ഒരു ഭയമില്ല അവരുടെ മുഖത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ നല്ല ഉത്സാഹത്തോടു കൂടി അങ്ങനെ ആ രംഗത്തിലിങ്ങനെ നടക്കണു. അങ്ങനെ ഉത്തമ വേഷധാരികളായ കളിക്കാര് തങ്ങളുടെ നർത്തനാദികളാൽ എന്ന പോലെ അങ്ങനെ ആ 10 വിധ രസങ്ങളെ പറഞ്ഞില്ലേ, നവരസങ്ങളെ ഇങ്ങനെ ഓരോരുത്തരുടെ നേരെ പ്രകാശിപ്പിച്ചുകൊണ്ട് നോക്കുന്നവരുടെ മനസ്സിനെ വികാരപ്പെടുത്തിയും കൊണ്ട് രംഗത്തിൽ പ്രവേശിച്ചു വിളങ്ങി അവരെങ്ങനെ നോക്കി നിൽക്കുക. എല്ലാവരും എന്താ സൗന്ദര്യം, അവരുടെ മുഖത്ത് മാറി മാറി വരുന്ന ആ രസങ്ങള് ഇതെല്ലാം കണ്ടെങ്ങനെ ഒരു ആ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അങ്ങനെ പുഞ്ചിരിച്ച് അങ്ങനെ നടക്കണു രംഗത്തില്. എല്ലാവരും അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ കുമാരന്മാരെ. സുന്ദരബാലൻ നിരീക്ഷ്യതാ ഉത്തമ പൂരുഷൗ ജന മഞ്ജസ്ഥിത നാഗര രാഷ്ട്രകാ നൃപ പ്രഹർഷവേഗോൽക്കലിതേക്ഷണാനന പപുർന്ന തൃപ്ത നയനൈസ്തദാനനം. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ മഹാരാജാവ്, പുരവാസികളും നാട്ടുകാരും വന്ന് അവരവരുടെ ആസനങ്ങളിൽ അങ്ങോട്ട് ഇരുന്നു. രംഗത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആ പുരുഷോത്തമന്മാരായ രാമകൃഷ്ണന്മാരെ നല്ലവണ്ണം അങ്ങോട്ട് നോക്കിയപ്പോൾ അവർക്കുണ്ടായ ഒരു സന്തോഷം. അപ്പൊ അവര് മുഖത്തങ്ങോട്ട് നോക്കിയില്ലേ, ഇങ്ങനൊരു രൂപം അവര് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, സൗന്ദര്യം. അപ്പൊ അവരുടെ കണ്ണുകളും മുഖങ്ങളും സൂര്യനെ കണ്ട താമരയെ പോലെ അങ്ങോട്ട് വികസിച്ചു എന്നാ പറയണത്. കണ്ണടയ്ക്കാതെ അവരുടെ മുഖത്തെ തന്നെ വളരെ തൃഷ്ണയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുവെങ്കിലും അവർക്ക് ഒട്ടും അങ്ങോട്ട് തൃപ്തി വരണില്ല. കണ്ടിട്ടും മതിയാവണില്ല. മുഖത്തുനിന്ന് അങ്ങോട്ട് കണ്ണെടുക്കാൻ തോന്നണ്ടേ ആ ശരീരത്തുനിന്ന്. കാണുന്തോറും പിന്നെയും കാണണം എന്നുള്ള വിചാരം അവർക്കിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പപൂർണ്ണ തൃപ്ത നയനേ, കണ്ണുകൾക്ക് തൃപ്തി വരണില്ല, കണ്ടിട്ടും മതിയാവണില്ല. പിബന്ദൈവ ചക്ഷുർഭ്യാം ലിഖന്ദൈവ ജിഹ്വയാ ജിഘ്രന്ദൈവ നാസാഭ്യാം ശ്ലിഷ്യന്ദൈവ ബാഹുഭി ഊജു പരസ്പരം തേ വൈ യഥാ ദൃഷ്ടം യഥാ ശ്രുതം തദ്രൂപഗുണമാധുര്യ പ്രാഗൽഭ്യസ്മാരിതായിവ. ജനങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ടും മതിയാവണില്ല. അതന്നെയാ പിന്നെയും വിസ്തരിക്കണത് ഈ ശ്ലോകത്തിൽ കൂടെ. രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ സന്തോഷാധിക്യം നിമിത്തമുണ്ടായ പരിഭ്രമം കൊണ്ട് ജനങ്ങളുടെ നേത്രങ്ങള് അങ്ങനെ വികസിച്ചു എന്ന്. അത് കണ്ടാൽ അവര് കണ്ണുകളിൽ കൂടി രാമകൃഷ്ണന്മാരെ അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ ഭാവിക്കുന്നവരാണോ എന്ന് തോന്നും. പിബന്ത, നേത്രം കൊണ്ട് ഇങ്ങനെ കുടിക്കുക, നാവ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടുക, നക്കുക, ചലിപ്പിക്കുകയൊക്കെ ചെയ്യണമെന്ന് ജനങ്ങള്. അത് കണ്ടാൽ നാവ് കൊണ്ട് രാമകൃഷ്ണന്മാരുടെ ശരീരത്തിന്റെ രുചി നോക്കുകയാണോ എന്ന് തോന്നും. നാസാപുടങ്ങളോ വികസിച്ചിങ്ങനെ ഇരിക്കണത് കണ്ടാൽ ഇവരുടെ ശരീരത്തിലുള്ള സൗരഭ്യം മണത്തറിയാണോ എന്ന് തോന്നും. കൈകൾ നീട്ടുകയും കൊടയും ഒക്കെ എങ്ങനെ ചെയ്യണവര് അവരറിയണില്ല എന്തൊക്കെയാ അവര് ചെയ്യണമെന്നുള്ളത്. ഇത് കണ്ടാൽ മനസ്സുകൊണ്ട് അവരിങ്ങനെ ആലിംഗനം ചെയ്യാണോ എന്നിങ്ങനെ തോന്നുന്നു. അവര് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, ആ വില്ലൊടിച്ചു, ഭഗനെ വധിച്ചു, പിന്നെ ഇതിനു മുമ്പുള്ള ആ ഭഗവാൻ വൃന്ദാവനത്തിൽ ചെയ്ത ലീലകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് കേട്ടപ്പോ ഇങ്ങനെ അവർക്ക് തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ ഈ ഇത്ര കൊച്ചു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ? അതൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്കുള്ള സാമർഥ്യം ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുമോ എന്നൊരു ശങ്ക അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇവരെ കണ്ട മാത്രമേ തീർന്നു. ഇവർക്ക് അത് പറ്റും, ഇവര് സാധാരണ കുട്ടികളല്ല എന്നുള്ളത് അവരുടെ മനസ്സിൽ അപ്പ തന്നെ തോന്നി. എല്ലാ സംശയവും തീർന്നു. അവരുടെ സൗന്ദര്യം, ശൗര്യാദി ഗുണങ്ങള്, മനോഹര സ്വഭാവം, എല്ലാ കാര്യങ്ങളിലുമുള്ള സാമർഥ്യം, ഇതൊക്കെ കണ്ടപ്പോ മുമ്പ് കണ്ടതും കേട്ടതും എല്ലാം പരമാർത്ഥമാണ്, ഇതെല്ലാം നടത്താൻ ഇവര് ശക്തന്മാര് തന്നെ എന്നുള്ള ആ ദൃഢബോധം ജനങ്ങൾക്കുണ്ടായിട്ട് അവര് അന്യോന്യം അങ്ങനെ പറയണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.